നമസ്കാരം, വെൽത്ത് വിത്ത് സൗമ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ചാണ്. ഇതിൽ നമുക്ക് അറിയേണ്ടത് നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭം നമ്മൾ വീണ്ടും നിക്ഷേപിക്കുന്നത് വഴി ആ ലാഭം കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്കത് എക്സാമ്പിൾസിലൂടെ അടുത്ത സ്ലൈഡുകളിൽ മനസ്സിലാക്കാം. നമുക്ക് കോമ്പൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ആദ്യത്തേത് ടൈം ഇൻ ദി മാർക്കറ്റ്, ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫോക്കസ് വേണം. അടുത്തത് കൺസിസ്റ്റൻസി, ലൈക്ക് എ സ്നോബോൾ. ഒരു സ്നോബോൾ ഒരു മലയുടെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ചെറിയ ബോൾ ആയിരിക്കും. ഗ്രാജുവലി അത് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ചുറ്റുപാടുമുള്ള സ്നോയെ അബ്സോർബ് ചെയ്യുന്നു. അത് പതുക്കെ ഉരുണ്ടുരുണ്ട് താഴെ ഹില്ലിന്റെ താഴെ എത്തുമ്പോഴത്തേക്ക് ഇത് വലിയൊരു ബോളായിട്ട് മാറുന്നു. ഇതാണ് സ്നോബോൾ എഫക്റ്റ്. ഇത് തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനും ലോങ് റണ്ണിൽ സംഭവിക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി അതിന്റെ ഇൻട്രസ്റ്റുമായിട്ട് കോമ്പൗണ്ട് ചെയ്ത് നമുക്കൊരു 10 to 15 ഇയേഴ്സിൽ വലിയ ഒരു എമൗണ്ട് ആയിട്ട് മാറുന്നു. ഇതിലൂടെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ. അടുത്തതായിട്ട് നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഒരാൾ 10 ലക്ഷം രൂപ 12% റേറ്റിൽ 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് 31 ലക്ഷം രൂപയായിട്ട് മാറുന്നു. അതേ 10 ലക്ഷം രൂപ തന്നെ 20 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 12% റേറ്റിൽ അത് 96 ലക്ഷം രൂപയോളം എത്തുന്നു. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് 20-ന് പകരം 30 വർഷത്തേക്കാവുകയാണെങ്കിൽ സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ അത് 3 കോടി രൂപയ്ക്ക് മുകളിലെത്തുന്നു. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത്. നെക്സ്റ്റ് എക്സാമ്പിൾ, 1000 രൂപ ഓരോ വർഷവും 8% ഇൻട്രസ്റ്റ് വെച്ചിട്ട് 20 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 2.4 ലക്ഷം രൂപ. ഫൈനൽ വാല്യൂ വരുന്നത് 5.15 ലക്ഷം രൂപയാണ്. വെൽത്ത് ക്രിയേറ്റഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2,75,000 രൂപ നമുക്ക് ഈ 20 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അടുത്ത എക്സാമ്പിൾ, ഇതേ 1000 രൂപ ഓരോ വർഷവും 10% ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂട്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ വർഷം 1000 ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ വർഷം അത് 1100 ആയി. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ 8% ഇൻട്രസ്റ്റ് വെച്ചിട്ട് 20 വർഷത്തേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 3.84 ലക്ഷം രൂപയാണ്. ഫൈനൽ വാല്യൂ 11.35 ലക്ഷം രൂപയാണ്. ഇതിനകത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 7.5 ലക്ഷമാണ്. അതായത് ഒരു ചെറിയ മാറ്റം, ഓരോ വർഷവും 10% വീതം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂട്ടിയത് വഴി ഫൈനൽ കിട്ടിയ എമൗണ്ടിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ഫൈൻഡ് ദി കണ്ടന്റ് യൂസ്ഫുൾ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. സീ യു അഗൈൻ വിത്ത് അനദർ വീഡിയോ.